സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു വെപ്പ് നഖം ട്രൈ ചെയ്താലോ? അപ്പം ഞാൻ സ്റ്റുഡിയോന്ന് ഒരു വെപ്പ് നഖം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. 199 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇപ്പം അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി. ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സ്റ്റുഡിയോയുടെ ടിപ്പ് ടീസ് എന്ന് പറയുന്ന ഒരു വെപ്പ് നഖമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ നെയിൽ എക്സ്റ്റൻഷൻ ഒന്ന് വെച്ച് നോക്കാം. നെയിൽ എക്സ്റ്റൻഷൻ്റെ ഈ കവറിൽ ഉണ്ടായിരുന്നത് കുറച്ച് നെയിൽസും പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂവിൻ്റെ ടേപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നെയിലായിട്ട് ചെയ്തിട്ടുള്ള നെയിൽസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള നെയിൽസും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ബ്ലാങ്ക് ആയിട്ടുള്ള നെയിൽസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതായത് അപ്പോൾ നെയിലായിട്ട് ചെയ്തിട്ടുള്ള നെയിൽസ് അവിടെ ഇരിക്കുമല്ലോ, അപ്പം നമുക്ക് വേറെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടിച്ചിട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു നെയിലാണ് എടുത്തത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവരതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ നെയിലിൽ വല്ല പിന്നെ നെയിൽ പോളിഷോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് റിമൂവ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ അത് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് ഇരിക്കത്തുമില്ല. നമ്മുടെ നെയിലിൽ അത് കുറേ നേരം ഇരിക്കത്തുമില്ല. നമ്മളത് അതിൻ്റെ കവറ് ചിലപ്പം റിമൂവ് ചെയ്യുമ്പം ഈ ഗ്ലൂവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ ഗ്ലൂവിൻ്റെ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ നെയിൽസിൽ ഒട്ടിക്കാം. ഇത് ഓരോ നെയിലിൻ്റെ ഷേപ്പിനാണ്. സോ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്തൊന്ന് പാളി, എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ഈസിയാണ്. അപ്പം നമ്മളത് പൊളിച്ചിട്ട് നമ്മുടെ നെയിലിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, ഒരു 5 സെക്കൻഡ്സൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കിതിന് പുറത്തുള്ള കവറ് പൊളിച്ച് കളയാം. അപ്പം അത് പൊളിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗ്ലൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ നെയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ. അതല്ലാതെ പെട്ടെന്നൊന്നും ഇത് പോവില്ല. പക്ഷെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഫീൽ കാണും. നമ്മളൊരു എന്താണ്, വേറൊരു സാധനമാണല്ലോ നമ്മുടെ നെയിലിൽ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫീൽ കാണും. പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ നെയിലിൽ കുറച്ചൊരു വലിപ്പം കൂടുതലായിരുന്നു, നെയിലിനെക്കാട്ടിനും കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു. അത് അങ്ങനെയാണോ നെയിൽ എക്സ്റ്റൻഷൻസ് എന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് പേജ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ബൈ ഗൈസ്.